നമസ്കാരം. തായ്വാനിലെ ഷിൻഡിയൻ ഡിസ്ട്രിക്റ്റിലുള്ള ബിറ്റാൻ ലേക്കിൻ്റെ തീരത്തെ ബിറ്റാൻ സ്പെഷ്യൽ സീനിക് ഏരിയയിലെ കാഴ്ചകൾ കാണുവാനാണ് നമ്മളിന്ന് പോകുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഷിൻഡിയൻ മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ ഗ്രീൻ ലൈനിൽ ഈ മെട്രോ സ്റ്റേഷനിൽ നിന്നാൽ തന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് നമ്മളുടെ ബിറ്റാൻ സ്പെഷ്യൽ സീനിക് ഏരിയ. ഇതാ നമുക്ക് റോഡിൻ്റെ മറുവശത്തായിട്ട് ബിറ്റാൻ സ്പെഷ്യൽ സീനിക് ഏരിയയിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നേരെ മുന്നിൽ കണ്ട സ്റ്റെപ്പുകൾ കയറി നമുക്ക് താഴേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇപ്പോൾ സമയം 7:30 ആയിട്ടേ ഉള്ളൂ. രാവിലെ തന്നെ ഒരുപാട് പേരാണ് ഇവിടെ വന്ന് വ്യായാമം ചെയ്യുന്നത്, നടക്കുന്നതിനും ഒക്കെ ആയിട്ട്. ഒരു മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് ഈ ബിറ്റാൻ സീനിക് ഏരിയ, ബിറ്റാൻ സ്പെഷ്യൽ സീനിക് ഏരിയ. ഇത് രണ്ടും ഒരു രക്ഷയുമില്ലാത്ത പാലങ്ങളാണ്. ഇതിൻ്റെ ഒരു ഡിസൈൻ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ പാലത്തിനുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും സൈക്ലിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ ആയിട്ടുള്ള പാതകൾ ഇങ്ങനെ ഒരുക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ സസ്പെൻഷൻ ബ്രിഡ്ജ്. നമുക്ക് എന്തായാലും ആ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ മുകളിൽ കയറണം. അവിടെ കയറിയിട്ട് താഴത്തെ കാഴ്ചകളും കാണണം. ആൾക്കാരൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ നടന്ന് സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് അങ്ങ് ദൂരെയാണ്. നമുക്ക് എന്തായാലും സസ്പെൻഷൻ ബ്രിഡ്ജിലും മറുകരയിൽ ഉള്ള ആ ഒരു റെസ്റ്റോറൻ്റാണ്, അവിടെയും പോകാൻ പറ്റുമോ എന്ന് നോക്കണം. ഇവിടെ ധാരാളം പേര് സൈക്ലിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കിളിലാണ് വരുന്നതെങ്കിൽ നമുക്ക് സൈക്കിളൊക്കെ ലോക്ക് ചെയ്ത് വയ്ക്കാനായിട്ട് ഇങ്ങനത്തെ സിസ്റ്റം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ബോട്ടിൻ്റെ അവശിഷ്ടമാണെന്ന് സംശയമുണ്ട്. എന്തായാലും ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നി ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇത് ബോട്ടിൻ്റെ അവശിഷ്ടമാണോ അതോ ഇപ്പോഴും ഇത് നമുക്ക് തുഴഞ്ഞു വല്ലതും പോകുന്ന സംഭവമാണോ എന്ന് അറിയില്ല. ഇതുപോലെ ഒരെണ്ണം അവിടെയും കിടപ്പുണ്ട്. ഇപ്പോൾ ഇത് ആൾക്കാർ ഇരിക്കാൻ ഉപയോഗിക്കുന്നതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇപ്പോൾ തന്നെ സസ്പെൻഷൻ ബ്രിഡ്ജിലൂടെ ധാരാളം ആളുകൾ പോകുന്നുണ്ട്. ഈ ഇളം വെയിൽ കൂടി അടിച്ച് കഴിയുമ്പോൾ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. ഇതിൻ്റെ മറുകരയിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമാണ്. ആ ഒരു വനമേഖല, ഒരു ചെറിയ കുന്ന് പോലെയുള്ളൊരു പ്രദേശം, നല്ല നിഗൂഢ വനങ്ങളൊക്കെ പോലെയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ മറുകരയിൽ മറു സൈഡിൽ നമുക്ക് വലിയ ബിൽഡിങ്ങുകളും കാണാം. ഒരു ഡ്രാഗൺ ബോട്ടാണെന്ന് തോന്നുന്നു. അത് ഈ ലേക്കിലൂടെ പാസ് ചെയ്ത് പോകുന്നത് നല്ല രസമുണ്ട് നമുക്ക് കാണാനായിട്ട്. അതിനൊരു ക്യാപ്റ്റനുണ്ട്. ആ ക്യാപ്റ്റനാണെന്ന് തോന്നുന്നു. അവരെ പരിശീലിപ്പിക്കുകയാണോ പ്രാക്ടീസ് നടത്തുകയായിരിക്കും മിക്കവാറും. അപ്പോൾ ആ ക്യാപ്റ്റൻ അത്യാവശ്യം പ്രായം ചെന്ന ഒരാളാണ്. ക്യാപ്റ്റൻ പറയുന്ന രീതിയിലാണ് അവർ തുഴയുന്നത്. ഒരു വള്ളം തിരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പറപ്പിക്കും നമുക്ക് വിചാരിക്കാം. വീണ്ടും അവർ ബോട്ടിന് സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്. ആഞ്ഞു തുഴയുന്ന പോലെ തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ച് ദൂരം കൂടെ വന്നപ്പോഴും ഒരുപാട് ബോട്ടുകൾ ഇവിടെ വീണ്ടും കിടപ്പുണ്ട്. ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. പക്ഷേ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. അതെന്താണെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഇത്രയും ബോട്ട് ഇവിടെ കിടന്നിട്ട് ഇതൊന്നും എന്തുകൊണ്ടാണ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാത്തതെന്നുള്ളത്. ഇനിയിപ്പോൾ വെയിലായി കഴിയുമ്പോൾ അധികം പേര് ഇങ്ങോട്ട് വരാനും ചാൻസ് ഇല്ല. അപ്പം എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇനിയും പ്രവർത്തിക്കാനുള്ള അനുമതി ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ 1-2 ആഴ്ചകൾക്ക് മുന്നേ തായ്വാനിൽ ഒരു വലിയ ചുഴലിക്കാറ്റ് വന്നിരുന്നു. ചിലപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ? ചുഴലിക്കാറ്റ് അന്ന് അത്യാവശ്യം നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണോ ഇപ്പം തൽക്കാലത്തിന് ബോട്ടിങ് ഇവിടെ അനുവദിച്ചിട്ടില്ലേ എന്നാണ് സംശയം. ഇപ്പോൾ ഇവിടെ വരുമ്പം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. ഒരു ബലൂണ്, കാറ്റ് നിറച്ച ഒരു ബലൂൺ, ഒരു തിമിംഗലത്തിൻ്റെ രീതിയിലുള്ള ഒരു ബലൂണ് ഈ ലേക്കിലിട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുണ്ട്.
ഇത് ബിറ്റാനിൽ നമ്മൾ ലേക്കിലൊരു ഭീമൻ സ്രാവിനെ കണ്ടിരിക്കുകയാണ്. നല്ല സുന്ദരിയായ സ്രാവാണ്, നീല കളറും വെള്ള പല്ലുകളും ഒക്കെ ആയിട്ടുള്ള. എന്തായാലും അതിരാവിലെ തന്നെ ജോഗിങ്ങിന് വന്ന ഒരു കൂട്ടം പട്ടികളെ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ അവരും കുത്തിയിരുന്ന് സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിനി നേരെ ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഒരു അട്രാക്ഷനുണ്ട്, ആൽമരം പോലത്തെ ഒരു മരം അതിമനോഹരമായിട്ടുണ്ട്. ഈ ഒരു മരം നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ആൽമരം പോലത്തെ മരം ഒരു റൗണ്ട് ഷേപ്പിലാണുള്ളത്. ഒപ്പം തന്നെ അതിൻ്റെ താഴെ കുറച്ച് പേര് എന്തോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നേരെ ഈ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ തൊട്ട് കീഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേകത കാണാൻ പറ്റുന്നത് ഇത് തടിയൊക്കെ കൊണ്ട് നിർമ്മിച്ചാണെന്ന് തോന്നുന്നു. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിൻ്റെ മേളിൽ വലിയ 2 റോപ്പിലാണ് ഈ പാലം മൊത്തത്തിലായിട്ട് മെയിൻ വെയിറ്റ് മൊത്തം അതിലാണ് നിൽക്കുന്നത്. ഒപ്പം തന്നെ ഇത് ആട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. നമ്മുടെയൊക്കെ നാട്ടിൽ ഉള്ള പാലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആടുമല്ലോ, ഇതിൻ്റെ ആട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. 2 സൈഡിലേക്കായിട്ട് 2 സൈഡിലേക്ക് ചെറിയ റോപ്പുണ്ട്, അതിലേക്കും ചെറിയ ചെറിയ കമ്പികൾ കൊണ്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. ചെറിയ കാറ്റടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ സ്രാവൂട്ടനൊന്ന് ഇങ്ങോട്ട് ഇച്ചിരി തിരിഞ്ഞ് നോക്കുന്നുണ്ട് ഇപ്പോൾ. എന്തായാലും നമുക്ക് സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറാം. ഇനി ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ആർക്കിടെക്ചർ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ തൂണ് 2 സൈഡിലുമുണ്ട്. ഒപ്പം തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ വലിയ പില്ലർ ഇത്രയും ഇങ്ങനത്തെ ഒരു നട്ട് ബോൾട്ട് വെച്ചിട്ടാണ് മുറുക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ഉരുക്കായിരിക്കും അത്. ഈ ഉരുക്കുകൊണ്ടുള്ള ഈ ഒരു ബോൾട്ടിലാണ് ഈ സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ തൂണുകൾ നിൽക്കുന്നത്. ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് റോപ്പ് വെച്ച് വലിച്ചു മുറുക്കി ഇവനെ ടൈറ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഇത് മറിഞ്ഞു വീഴില്ലായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനൊരു ഡിസൈൻ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സസ്പെൻഷൻ ബ്രിഡ്ജിലേക്ക് കയറാം. എന്തായാലും സസ്പെൻഷൻ ബ്രിഡ്ജ് തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഒട്ടും തന്നെ കുലുക്കമൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ സീനറിയെ കണ്ടുകൊണ്ട് ഈ പാലത്തിലൂടെ പോകുന്നത് വളരെ നല്ലൊരു അനുഭവമാണ് നമുക്ക് തരുന്നത്. അപ്പുറത്ത് നമ്മുടെ മറ്റേ പാലത്തൂടെ വളരെയധികം വണ്ടികൾ പോകുന്നുണ്ട്. ഈ പാലത്തിൽ നിൽക്കുമ്പോൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാഴ്ചയാണ്. റെസ്റ്റോറൻ്റ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതൊരു റിസോർട്ടോ മറ്റോ ആയിരുന്നു. റിസോർട്ടല്ല, ഒരു റെസ്റ്റോറൻറ്റോ മറ്റോ ആണെന്ന് തോന്നുന്നു. ആ ഗേറ്റ് എന്തായാലും അടച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് കയറാൻ സാധിക്കുകയില്ല. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഇത് ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലൊരു പാറയുടെ പുറത്താണ് ആ ഒരു ബിൽഡിങ് മൊത്തത്തിലിരിക്കുന്നത്. അതുകൊണ്ട് എത്രമാത്രം സേഫാണ് അവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല.